യുഎസ് മീഡിയയിൽ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എപ്സ്റ്റീൻ ഫയൽ റിലീസ് ചെയ്യണം, എപ്സ്റ്റീൻ ക്ലയന്റ് ലിസ്റ്റ് റിലീസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഫെബ്രുവരി 21, 2025 ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് ബ്രേക്കിംഗ്, എപ്സ്റ്റീൻ ഫയൽസ് ആർ ഗോയിങ് ടു ബി റിലീസ്ഡ്, എ ജി ബോന്തി ഹാസ് സെഡ് ദിസ് വുഡ് ഇൻക്ലൂഡ് എ ക്ലയന്റ് ലിസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഈ എപ്സ്റ്റീൻ എന്ന് നോക്കാം. ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ, ഇദ്ദേഹം ഒരു അമേരിക്കൻ ഫൈനാൻസറാണ്. ഇദ്ദേഹത്തെ ചൈൽഡ് സെക്സ് ഒഫൻഡർ ആയിട്ട് അദ്ദേഹത്തിനെതിരെ ക്രൈം ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ന്യൂയോർക്കിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാരിയർ എന്തായിരുന്നു? ആദ്യം ഇദ്ദേഹം ഒരു ടീച്ചറായിട്ട് ഡാൾട്ടൺ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു കോളേജ് ഡിഗ്രി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1976 ഇദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് സെക്ടറിലേക്ക് പ്രവേശിക്കുകയും ഫണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതിനുശേഷം ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഈ മനുഷ്യന് ഒരു വലിയ സോഷ്യൽ സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ട്രാപ്പിൽപ്പെടുത്തുകയും ഈ എപ്സ്റ്റീനും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും ചേർന്ന് സെക്ഷുവലി ഇവരെ അബ്യൂസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 2005 ആദ്യമായിട്ട് ഫ്ലോറിഡയിലാണ് ഒരു പെൺകുട്ടിയുടെ 14 വയസ്സുള്ള പെൺകുട്ടിയുടെ പേരൻസ് ആദ്യമായിട്ട് ഫ്ലോറിഡയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അതായത് അവരുടെ മകളെ ഈ എപ്സ്റ്റീനും സംഘവും സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുന്നു. അപ്പം പോലീസ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു കുട്ടിയല്ല, ഏകദേശം 36 പെൺകുട്ടികളോളം ഈ മനുഷ്യൻ കാരണം സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ 2008 ഫ്ലോറിഡയിൽ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുകയും 13 മാസത്തോളം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. അതിനുശേഷം ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത ഈ മനുഷ്യനെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ജൂലൈ 6, 2019 പിന്നെയും അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് ഇത് ഇദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് സെക്സ് ട്രാഫിക്കിംഗ് തന്നെയാണ്, സെക്സ് ട്രാഫിക്കിംഗ് ഓഫ് മൈനേഴ്സ് ഇൻ ഫ്ലോറിഡ ആൻഡ് ന്യൂയോർക്ക് എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ്. അപ്പം ഇദ്ദേഹത്തിന്റെ ജയിൽ സെല്ലില് മരിച്ചതായി കാണപ്പെടുന്നു. അതായത് ഓഗസ്റ്റ് 19, 2019 ഇദ്ദേഹം മരിക്കുന്നത്. മെഡിക്കൽ ഓഫീസർ ഇദ്ദേഹത്തിന്റെ ബോഡി ചെക്ക് ചെയ്തിട്ട് പറയുന്നത് സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് പറയുന്നത്. അതായത് തൂങ്ങി മരിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ സൂയിസൈഡിനെ പറ്റി പല ചർച്ചകളും വന്നു. ചിലർ പറഞ്ഞു ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല, ഇതൊരു മർഡർ ആകാനാണ് ചാൻസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഇതിനെപ്പറ്റിയുള്ള പല ചർച്ചകളൊക്കെ വന്നു. എങ്കിലും അവസാനം ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ കേസിനെ പറ്റിയുള്ള വീഡിയോ റിലീസ് ചെയ്യണമെന്നൊക്കെ ആവശ്യങ്ങളൊക്കെ വന്നു. ട്രംപിനോട് തന്നെ മീഡിയ പല പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മരണകാരണം, മരിച്ചത് എങ്ങനെയെന്നുള്ള വീഡിയോസ് ഫുട്ടേജ് വിടണമെന്ന് പറഞ്ഞ അഭ്യർത്ഥന പ്രകാരം അവസാനമായിട്ട് ഈ 2025 ജൂലൈയിൽ ഇദ്ദേഹത്തിന്റെ മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിന്റെ സർവൈലൻസ് വീഡിയോയിൽ നിന്നുള്ള ഫുട്ടേജ് റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഫുട്ടേജിൽ ഇദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 62 സെക്കൻഡ് മിസ്സിംഗ് ആണ്. അതായത് 11:58 മുതൽ 12 മണി വരെയുള്ള ഒരു 62 സെക്കൻഡ് സമയം ഈ ഫുട്ടേജിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് പിന്നെയും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. അപ്പോൾ ഈ അറ്റോർണി ജനറൽ ആയിട്ടുള്ള പാം ബോന്തി എന്നാണ് പറയുന്ന സ്ത്രീയാണ്. അവർ പറയുന്നത് എവറി നൈറ്റ് ഈ സർവൈലൻസ് ക്യാമറ എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യപ്പെടും. ഈ ജയിലിൽ ഇവരെ റീസെറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ 62 സെക്കൻഡോളമുള്ള ഫുട്ടേജ് മിസ്സായതെന്നാണ് അവര് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആവശ്യം എന്തായിരുന്നു പറഞ്ഞാൽ എപ്സ്റ്റീനിന്റെ ക്ലയന്റ് ലിസ്റ്റ് റിലീസ് ചെയ്യണമെന്നായിരുന്നു. അത് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ ആ ഒരു പോസ്റ്റിലും കാണാൻ കഴിയും. അതായത് ക്ലയന്റ് ലിസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എപ്സ്റ്റീൻ ക്ലയന്റ് ലിസ്റ്റ് എന്നൊന്ന് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഇലോൺ മസ്ക് നമുക്കറിയാം മെയ് 30 വരെയാണ് ഗവൺമെന്റ് ഡോജിന്റെ ഭാഗമായിട്ട് ഹെഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ജൂൺ 5
2025 ഇലോൺ മസ്ക് ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് time to drop the really big bomb. Donald Trump is in the Epstein files, and that is the real reason they have not been made public എന്ന് പറയുന്നു. അതായത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഈ എപ്സ്റ്റീൻ്റെ ഈ ക്ലൈം ലിസ്റ്റിൽ പെടുന്നുണ്ട്. ആ ഫയൽസിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഫയൽസ് ഒന്നും പുറത്തുവിടാത്തത് എന്നാണ് നമ്മുടെ ഇലോൺ മസ്ക് പറയുന്നത്. അപ്പോൾ ജൂലൈ 7 അദ്ദേഹം പിന്നെയും പറയുന്നു, വി വിൽ, അതായത് പിന്നെയും ഒരു പോസ്റ്റ് ഇടുന്നു. അതിൽ ഇത് ട്രംപിനെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റാണ്. അതായത് അതിൽ ഒരു മീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ മീം കാണിക്കുന്നു, വി വിൽ റിലീസ് ദ എപ്സ്റ്റീൻ ലിസ്റ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തേൽ വി ജസ്റ്റ് നീഡ് മോർ ടൈം. മൂന്നാമത്തതിൽ ദ എപ്സ്റ്റീൻ ലിസ്റ്റ് ഈസ് ഓൺ മൈ ഡെസ്ക് എന്ന് പറയുന്നു. ദർ ഇസ് നോ എപ്സ്റ്റീൻ ലിസ്റ്റ് എന്നാണ് നാലാമത് അവസാനം പറയുന്നത്. അപ്പം മീം വെച്ച് ഇദ്ദേഹം കളിയാക്കിക്കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഗവൺമെന്റ്, ഈ ട്രംപിന്റെ ഗവൺമെന്റ് അപ്പോൾ റിലീസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സിനെ കളിയാക്കിക്കൊണ്ടാണ് ഉള്ള മീംസ് ആണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അവസാനമായിട്ട് ഇലോൺ മസ്ക് ചോദിക്കുന്നത്, ഹൗ ക്യാൻ പീപ്പിൾ ബി എക്സ്പെക്റ്റഡ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ ട്രംപ് ഇഫ് ഹി വോണ്ട് റിലീസ് ദ എപ്സ്റ്റീൻ ഫയൽസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസ് റിലീസ് ചെയ്തില്ലെങ്കിൽ ട്രംപിനെ എങ്ങനെ ആളുകൾ വിശ്വസിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ എപ്സ്റ്റീനെയും ട്രംപിനെയും ചേർത്ത് എന്തെങ്കിലും കേസ് എപ്പോഴെങ്കിലും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കാലിഫോർണിയയിൽ 2016 ഏപ്രിലിൽ ഒരു സ്ത്രീ വന്ന് ഒരു കേസ് ഫയൽ ചെയ്യുന്നു. അതായത് 1994 ഈ എപ്സ്റ്റീനും ഡൊണാൾഡ് ട്രംപും ചേർന്ന് അവർക്ക് വെറും 13 വയസ്സുള്ള സമയത്ത് അവരെ സെക്ഷുവലി അസോൾട്ട് ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മെയ് 2016 ഈ സ്യൂട്ട് ഈ കോർട്ട് ഡിസ്മിസ് ചെയ്തു. അതായത് തെളിവില്ല, ആവശ്യത്തിന് ഈ ക്ലെയിംസ് വാലിഡ് അല്ലെന്നൊക്കെ പറഞ്ഞ് ഇത് ഡിസ്മിസ് ചെയ്യപ്പെടുന്നു. വീണ്ടും ഈ സ്ത്രീ ജൂൺ 2016 പിന്നെയും ന്യൂയോർക്ക് കോർട്ടിൽ ചേർന്ന് ഈ കേസ് ഫയൽ ചെയ്യുന്നു. അപ്പം 3 മന്ത്സിന് ശേഷം ഇവർ ഈ കേസ് വിത്ഡ്രോ ചെയ്യുന്നു. മൂന്നാമതും സെപ്റ്റംബർ 2016 പിന്നെയും മൂന്നാമത്തെ പ്രാവശ്യം ഇവർ ഈ കേസ് ഫയൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ ഒരു അഫിഡവിറ്റ്, അതായത് ലാസ്റ്റ് 2 ടൈംസിൽ ഇവർ ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അവരൊരു അഫിഡവിറ്റ് വേറൊരു പേഴ്സൻ്റെ, അനോണിമസ് പേഴ്സൺ ആണ്, ആ പേഴ്സൻ്റെ ഒരു അഫിഡവിറ്റ് കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അഫിഡവിറ്റിൽ പറയുന്നത് ഈ അനോണിമസ് പേഴ്സണ് അറിയാമായിരുന്നു ഈ സ്ത്രീയെ അസോൾട്ട് ചെയ്ത് 13 ഇയേഴ്സിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ സ്ത്രീയെ സെക്ഷലി അസോൾട്ട് ചെയ്തതിനെ പറ്റി ഈ അനോണിമസ് പേഴ്സൺ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനോണിമസ് പേഴ്സൺ ഈ ഒരു പ്രസ് കോൺഫറൻസ് 2016 അതായത് ഇലക്ഷന് ജസ്റ്റ് ഒരു 6 ദിവസത്തിന് മുൻപ് അവരൊരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോവുമായിരുന്നു. അപ്പോൾ ഇവർക്കൊരു ത്രെറ്റ് ലഭിക്കുകയും ഒരു ഭീഷണി വരുന്നു. ഈ ഭീഷണി പേടിച്ച് ഇവർ ഈ പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നവംബർ 4 2016 ഇവർ ഈ കേസും ഇവർ ക്യാൻസൽ ചെയ്യുന്നു, വേണ്ട, കേസ് ഡ്രോപ്പ് ചെയ്യുന്നു, വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ട്രംപിൻ്റെ അറ്റോർണി ആയിട്ടുള്ള അലൻ ഗാർട്ടൺ ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ അലിഗേഷൻസ് ഒക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ എപ്സ്റ്റീനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആര് പറയുന്നതാണ് സത്യമെന്നറിയില്ല. ഏതായാലും സത്യം ജയിക്കട്ടെ. ഏതായാലും തൽക്കാലം ഏറ്റവും അവസാനത്തെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നത് ഇതൊരു സൂയിസൈഡ് ആയിരുന്നു എന്നും ഈ ലിസ്റ്റ്, ഈ എപ്സ്റ്റീൻ്റെ ക്ലൈൻറ്റ് ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുമാണ് അവസാനമായിട്ട് ഈ ഗവൺമെൻറ്റിൽ നിന്ന് പറയുന്നത്.